സംസ്ഥാനത്ത് അമീബിക് ജ്വരം മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഇന്ന് 2 മരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 3 മാസം പ്രായമായ കുഞ്ഞും മലപ്പുറം സ്വദേശിയായ 52-കാരിയുമാണ് മരിച്ചത്. നിലവിൽ രോഗം ബാധിച്ച് 10 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 3 പേരെയും നെഗ്ലേറിയ എന്ന വിഭാഗത്തിൽപ്പെട്ട അമീബയാണ് ബാധിച്ചത് എന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ. 3 മാസമുള്ള കുഞ്ഞിന്റെ മൂക്കിലൂടെയാണ് രോഗാണു പ്രവേശിച്ചത്. നിലവിൽ ചികിത്സയിലുള്ള 2 പേർ വെന്റിലേറ്ററിലാണ്. വിദേശത്ത് നിന്നും മരുന്നെത്തിച്ച് ചികിത്സ നടത്തുകയാണെന്നും ഡോക്ടർമാർ അറിയിച്ചു. ഇപ്പോൾ കറന്റ് 10 പേരാണ് ഇവിടെ ട്രീറ്റ്മെന്റിലുള്ളത്. അതിൽ 2 പേര് സീരിയസ് ആണ്, വെന്റിലേറ്ററിലാണ്. അവർക്ക് കുറേ അസുഖങ്ങളുണ്ട്. പിന്നെയുള്ള അടുത്ത പേഷ്യന്റ് ബാക്കി 8 പേരും നമ്മൾ ചികിത്സയിലാണുള്ളത്. അവരിപ്പം റിലേറ്റീവ്ലി സ്റ്റേബിളാണ്. അവർക്ക് വേണ്ട എല്ലാ ട്രീറ്റ്മെൻറ്റും നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രഗ് മിൽട്ടിഫോസിനാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. അത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഒരു പ്രത്യേക അവരുടെ നിർദ്ദേശാനുസരണം അത് വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മുതലേ നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവരെ 2 പേർക്കും മാക്സിമം കെയർ നമ്മൾ എൻഷുർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് കോമോർബിഡ് ഇൽനെസ് ഉണ്ട്. ഈ കുട്ടിക്ക് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി കൂടി സംശയിക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടൊക്കെ ഭയങ്കര കുറവാണ്. ഡേ 1 മുതൽ 2 പേരും ഒരേ ഡേറ്റിനാണ് അഡ്മിറ്റ് ചെയ്തത്, 4/8 ഓഗസ്റ്റ് 4-ാം തീയതി. അപ്പം കുട്ടി അന്ന് മുതലേ വെന്റിലേറ്ററിൽ 3 മാസമല്ലേ പ്രായമുള്ളൂ. അപ്പോൾ വേണ്ട എല്ലാവിധ ട്രീറ്റ്മെൻറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചികിത്സ എല്ലാം കിട്ടി, വേണ്ട എല്ലാം കൊടുത്തിട്ടും അത് ക്ലോസ് മോണിറ്ററിങ് നടത്തിയിട്ടാണ് പോയത്. ശരിക്കും 97% ആണ് ലിറ്ററേച്ചറിൽ ഇതിൻ്റെ മോർട്ടാലിറ്റി പറയുന്നത്. ഈ നെഗ്ലേറിയ എന്നുള്ള അമീബയാണ്. അത് മൂക്കിലൂടെയാണ് അത് ബ്രെയിനിലേക്ക് എത്തുന്നത്. അപ്പോൾ മൂക്കിൽ പ്രവേശിക്കുന്ന ഈ അമീബ അടങ്ങിയ വെള്ളത്തിലൂടെ ആയിരിക്കും. അത് എങ്ങനെയാണെന്നുള്ളത് കൂടുതൽ അന്വേഷണം. മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട്. സലാം, ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വലിയ ഭയപ്പാട് സംസ്ഥാനത്ത് ഉണ്ടാക്കുന്ന ഒരു രോഗമാണ്. എന്താണ് അതിന്റെ ഇപ്പോഴത്തെ നില? എത്ര പേർ ചികിത്സയിലുണ്ട്? അതിന്റെ ഒരു മോർട്ടാലിറ്റി റേറ്റിനെ കുറിച്ച് എന്താണ് ഡോക്ടർമാർ പറയുന്നത്? കൊണ്ടുവന്ന മരുന്നിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് എന്തുമാത്രം ഹെൽപ്ഫുൾ ആണ്? അതിന്റെ വിശദാംശം പറയാമോ? നിഷാദ്, നിലവിൽ 10 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ളത്. ഇതിൽ 2 പേരുടെ കാര്യമാണ് ഇപ്പോൾ നേരത്തെ പ്രിൻസിപ്പൽ ചൂണ്ടിക്കാണിച്ചത്. അത് കുറച്ച് ഗുരുതരമാണ്. ഈ 2 പേർക്ക് മറ്റു രോഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് കുറച്ച് ഗുരുതരമായ സ്ഥിതിയാണ് ഉള്ളതെന്ന് പറയാൻ കഴിയുക. ഏതായാലും 10 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. നേരത്തെ ഇന്നലെയാണ് 2 പേരുടെ മരണമുണ്ടായത്. ഒരു 3 മാസം പ്രായമുള്ള കുഞ്ഞ്, അതുപോലെ 52 വയസ്സുള്ള റംല എന്ന് പറയുന്ന ഒരു സ്ത്രീ. ഇവർ 2 പേരാണ് മരിച്ചത്. ഇവർ 2 പേർക്കും ബാധിച്ചത് നെഗ്ലേറിയ എന്ന് പറയുന്ന ഒരു അമീബ ബാധിച്ചതാണ്, അല്ലെങ്കിൽ ആ അമീബയാണ് ഇവരുടെ മരണത്തിന് കാരണം എന്നുള്ളതാണ് ഡോക്ടർമാർ സൂചിപ്പിക്കുന്നത്. ഇത് കുറച്ച് ഗൗരവമേറിയ ഒരു വിഷയമാണ്. കാരണം കൂടുതൽ, അതായത് ഈ നെഗ്ലേറിയ എന്ന് പറയുന്നത് ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് തലച്ചോറ് കാർന്നു നിന്ന അമീബ. അതുകൊണ്ട് തന്നെയാണ് ഇവർ 2 പേർക്കും ഈ ഒരു അമീബയിലൂടെ രോഗം വന്നതാണ് ഇങ്ങനെ മരണത്തിനിടയാക്കിയതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഏതായാലും ലഭ്യമായ എല്ലാ ചികിത്സയും ഉറപ്പാക്കുന്നുണ്ട്. വിദേശത്ത് നിന്നടക്കം മരുന്നെത്തിച്ചുകൊണ്ടുള്ള ചികിത്സയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നിലവിൽ ഉള്ള 8 പേരിൽ 2 പേരുടെ കാര്യമാണ്, 10 പേരിൽ 2 പേർക്കാണ് കുറച്ച് ഗുരുതരമായ സ്വഭാവമുള്ളത്. അവരുടെ സ്ഥിതി അതീവ ഗുരുതരമാണ്. വെന്റിലേറ്ററിലാണ് ഇപ്പോൾ 2 പേരും ഉള്ളത്. മറ്റു 8 പേരുടെ കാര്യത്തിൽ കുറെ കൂടി അവർ സ്റ്റേബിളായി വരുന്നുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ സൂചിപ്പിക്കുന്നത്. കാരണം അവർക്ക് വിദേശത്തു നിന്നടക്കം ലഭ്യമായ മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണ് ഇവിടെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാറിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം തന്നെ ഇവിടെ ചികിത്സയിലുണ്ട്. പീഡിയാട്രിക് വിഭാഗത്തിന്റെയും മൈക്രോ ബയോളജി വിഭാഗത്തിന്റെയും ഒക്കെ തന്നെ മേധാവികൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു എക്സ്പെർട്ട് ടീം തന്നെയാണ് ഈ ചികിത്സയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പോൾ 8 പേരുടെ കാര്യത്തിൽ ഒരു സ്റ്റേബിൾ സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. 2 പേർക്കാണ് മറ്റു രോഗങ്ങൾ കൂടിയുള്ളത് കാരണം കൊണ്ടാണ് ഇവരുടെ ഒരു ഗുരുതര സ്വഭാവത്തിലായത് എന്നുള്ളത് കൂടിയാണ് ഡോക്ടർമാർ സൂചിപ്പിക്കുന്നത്. ഏതായാലും നെഗ്ലേറിയ എന്ന വിഭാഗത്തിൽപ്പെട്ട അമീബയാണ് ഈ കുഞ്ഞിന്റെയും അതുപോലെ 52 വയസ്സുള്ള സ്ത്രീയുടെയും മരണത്തിനിടയാക്കിയത് എന്നുള്ളതാണ് പറയുന്നത്. കുഞ്ഞിന്റെ എവിടെ നിന്നാണ് കുഞ്ഞിന് ഈ മസ്തിഷ്ക ജ്വരം ബാധിച്ചത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി ഡോക്ടർമാർ പറയുന്നുണ്ട്. കാരണം നേരത്തെ വന്ന റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നത് തൊട്ടടുത്തുള്ള, അതായത് വീട്ടിന് തൊട്ടടുത്തുള്ള കിണറ്റിൽ നിന്നാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചത് എന്നുള്ളതാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനിയും ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 2 പേരുടെ മരണം കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് വലിയ ഭയപ്പാടുണ്ടാക്കുന്നു എന്നത് പറയാതെ വയ്യ. 10 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത്.